ഓക്കെ, കേരള സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമം മൈതാനത്ത് കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഏറ്റവും പഴയ NH47 വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്ന കൊല്ലം ആശ്രമം മൈതാനത്താണ്. ആശ്രമം മൈതാനത്ത് നമ്മളൊരു ഈവന്റ് നടക്കുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു എക്സിബിഷനാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുവിധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുണ്ട്. നമ്മുടെ സർക്കാരിന്റെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും ഒരു എക്സിബിഷൻ. അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നീ വിഭാഗങ്ങളെ സർവീസുകളും ബാക്കിയുള്ള എല്ലാ എക്സിബിഷനും നടത്തിയിരിക്കുന്നത്. അപ്പം 15-ാം തീയതിയായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത്. 20-25 വരെ കാണുമെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ അതിൽ കൂടുതലും ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അതേപ്പറ്റി നമുക്കൊരു കൺഫർമേഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവിടാണ് വെന്യൂ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതോടെ നോക്കാം എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. ഗൈസ്, നമ്മളെ ആശ്രമം മൈതാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഈ ഒരു പാർക്കിംഗ് ആണ്. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ആണിത്. കൊല്ലത്തെ ഏത് പരിപാടി എന്നാലും മെയിൻ പരിപാടികളെല്ലാം കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ പാർക്കിങ്ങിന് വേണ്ടിയുള്ള നല്ലൊരു സ്പേസാണ് നമ്മൾ ആശ്രമം മൈതാനത്തുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രൻസിലോട്ട് കയറാം. നേരെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. അവിടെ കുറച്ച് സെക്യൂരിറ്റി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് നേരെ എൻട്രൻസിലോട്ട് കയറി അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് പിണറായി സർക്കാരിൻ്റെ നല്ല അടിപൊളി ഒരു ഫോട്ടോയും അതുപോലെ കേരളം മാതൃകയാണ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡയഗ്രാമാണ്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുവടുകൾ, ഉറച്ച ചുവടുകൾ മുന്നേറുന്ന കേരളം എന്നുള്ളൊരു ബാനറിൻ്റെ താഴെ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പദ്ധതികളുടെ അതുപോലെ അദ്ദേഹം ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ലൈബ്രറിയാണ് അവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കൊരു 360 നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പോകാനുള്ള ഒരു ടൈം. കാര്യം നമുക്ക് ഡേ ടൈമിൽ പോയി നമുക്ക് നല്ല ക്രൗഡായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റാണ് പോയത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു വിർച്വൽ സ്റ്റേജാണ് നമുക്ക് കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഡിബേറ്റ്സുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയാനും സമ്പാദിക്കാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് വികസന പാതയിൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴെയായിട്ട് നമ്മൾ എന്തൊക്കെ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭരണശേഷം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു ചാർട്ട് അവിടെ കാണാൻ സാധിക്കും. പിന്നെ അത് കണക്ക് തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം നമുക്കൊരു ബോർഡ്, ഓൺലൈൻ ബോർഡായിട്ട്, അതായത് നമുക്ക് ഈ ബോർഡ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കുട്ടികൾക്കും മുൻനിർന്നൊക്കെ പടം വരയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ എഴുതാനോ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡിൻ്റെ അത് ഈ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അതവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ അതാണ് തന്നെ കിഫ്ബിയുടെ കുറച്ച് പ്രവർത്തനമൊക്കെ പറ്റിയും പിന്നെ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും വീഡിയോസൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഈ ഒരു വാളിൽ കാണിക്കുന്നത്. അത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അകത്തോട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഫീലല്ല നമുക്ക് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോഴത്തേക്ക് ഒരു പിക്സലായിട്ടായിട്ട് കിടക്കുന്നതൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അതിനകത്ത് നിന്നില്ല. അത് നമുക്ക് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. നമുക്ക് ക്യാമറയിൽ കൂടെ അത്ര അങ്ങോട്ട് LED വാളായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ടൂറിസം വകുപ്പിൻ്റെ അടുത്തത് പവലിയൻ എന്ന് പറയുന്നത്. അതിനകത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി നമ്മളുടെ എന്താ പറയുന്ന വയലും അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതും നല്ലൊരു ഫോട്ടോ പോയിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു സെഷനാണ്. അവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു വ്യൂ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ അടുത്ത സ്റ്റോൾ എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പുതിയ പുതിയ ഹൈവേകളും റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള മെയിൻ എക്സിറ്റുകളും എൻട്രികളും എങ്ങനെയൊക്കെയാണ് പുതിയ നമ്മളെ ഈ NHൻ്റെ തന്നെ പണി എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നും എവിടം വരെ അത് ഇപ്പം പ്രസൻ്റ്ലി എവിടം വരെ വന്ന് നിൽപ്പുണ്ടെന്നും പിന്നെ അതിന് ശേഷമുള്ള പല ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ തുറമുഖ റോഡ് ഇപ്പം ക്ലോസ്ഡാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് അത് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് തീരദേശ പാത എത്ര കിലോമീറ്റർ വരുമെന്നുള്ളത് കേരളത്തിൻ്റെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെയുള്ള തീരദേശ പാതയുടെ ഒരു റഫായിട്ടുള്ള മോഡൽസ് അവിടെ ഒരു എന്താ പറയുക മിനിയേച്ചർ എന്നുള്ള രീതിയിൽ അത് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഡേ ടൈമിൽ വന്നാൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷൻ മാത്രം മോർണിംഗിലെടുത്തിട്ട് വീഡിയോസ് മൊത്തം നൈറ്റ് ഷൂട്ട് ചെയ്യാനുള്ളൊരു കാര്യം. നല്ല റഷ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്കിതൊന്നും അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ റോബോട്ടിക്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രോണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മുമ്പ് ആൾക്കാരായിരുന്നു മറ്റേ ഇതിൻ്റെയൊക്കെ പമ്പിങ് മെഷീൻ വെച്ച് കിടക്കുന്ന ഈ കളർ കീടനാശിനികളൊക്കെ അടിക്കുന്നത്. ഇപ്പോൾ പുതിയ ടെക്നോളജിയിലോട്ട് മാറി അതിൻ്റെയൊക്കെ പല തരത്തിലുള്ള ഡ്രോണുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഇപ്പം ഇവിടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ അത് സൈഡാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും അവരെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു മേഖലയിലോട്ടും അതിൻ്റെ ഒരു കടന്നുവരവുണ്ട്. ഫ്രണ്ട്സ്, ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ഒരു റെസ്ക്യൂയിങ് ഓപ്പറേഷൻ, അതായത് നമ്മളെ കിണറ്റിൽ വീണ മൃഗങ്ങളുടെയും മറ്റും എങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കുന്നതെന്നുള്ള ഒരു മോഡലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റും, അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പവലിയൻ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടൊരു സ്റ്റോളും അവർ അവിടെ മിനിയേച്ചർ രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും രാവിലെ തൊട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ടയർഡ്നെസ്സിലാണ് അവരെല്ലാം. ഇപ്പം ഇനിയിപ്പോൾ ഒതുക്കാനുള്ള തിരക്കിലാണ് അവർ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തിരക്കിയില്ല. ജസ്റ്റ് അവരുടെ ഒരു വീഡിയോ, ആ ഒരു സ്റ്റോളിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. പിന്നെ അവിടെ ആയിട്ട് നമുക്ക് ഈ ചൂരൽമലയിലെ കുറച്ച് ഒരു മിനിയേച്ചർ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആ ചൂരൽമലയെ ഒരു മിനിയേച്ചർ രീതിയിൽ അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ടോയ്സും ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അവരുടേതായ ഒരു കൺസെപ്റ്റിൽ അവർ ചൂരൽമലയെ ഒരു മിനിയേച്ചർ രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ തന്നെ ആ സമയത്ത് ഉള്ള കുറച്ച് ഫോട്ടോസും നമുക്കവിടെ വോളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജസും അതുപോലെ തന്നെ വളരെ ഈ റിസ്കി ആയിട്ടുള്ള റെസ്ക്യൂയിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വോളിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അടുത്തത് നമ്മളെ കൃഷി വകുപ്പിൻ്റെ ഒരു പവലിയനാണ്. അവിടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡ്രോൺ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നിൽക്കുന്ന നെല്ല് അത് റിയലാണ് കേട്ടോ. അത് റിയലാണ്. ഞാൻ ആദ്യം കരുതി പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നാണ്, പക്ഷേ അത് റിയലാണ്. കാണാൻ നല്ലൊരു വെറൈറ്റി ഹെലികോപ്റ്റർ ഇരിക്കുന്ന കണക്ക് ഇരിക്കുക സാധനം. നല്ല രസമുണ്ട് കാണാനായിട്ട് അതൊക്കെ. അത് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ കീടനാശിനികൾ അതുണ്ടെങ്കിൽ ഇതുള്ള മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്യിക്കാനുള്ള ഒരു എക്യുപ്മെൻ്റായിട്ടാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട് ഗൈസ്. അതാണ് അതിൻ്റെ ഒരു പവലിയൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കസബ പോലീസ് സ്റ്റേഷൻ കോയിലോൺ എന്ന് പറയുന്ന ഒരു പവലിയനാണ്. അന്ന് കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ ആയിരിക്കണം ഇത്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. അദ്ദേഹം ഒരു സെല്ലിൽ നിന്ന് ബുക്ക് വായിക്കുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതും ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ള ആ ഡീറ്റെയിൽസ് അവിടെ ഒരു പോസ്റ്ററിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലൊരു മോണിറ്ററാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പോലീസിൻ്റെ കുറേ സ്റ്റോളുകളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് വയർലെസ് എൻ്റെ പരിപാടിയും കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും റേഡിയോസും ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സാറ് നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ മുന്നോട്ട് വരികയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറും കൊല്ലവുമായി നല്ല ബന്ധമുണ്ട്. 1942 അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പത്തെ കാലം സർ CP-യുടെ ഭരണത്തിൽ അദ്ദേഹം CP-യുടെ ഭരണത്തിന് എതിരായിട്ട് തുറന്നെഴുതി. ആ തുറന്നെഴുത്താണ് ധർമ്മരാജ്യം എന്ന് പറഞ്ഞിട്ടാണ് ആ തുറന്നെഴുത്ത് വന്നത്. ആ എഴുത്തിനെതിരെ സർ CP ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1942 അദ്ദേഹത്തിനെ പോലീസ് പിടിക്കുകയും തുടർന്ന് കൊല്ലത്തെ ജയിലിലേക്ക് മാറ്റുകയും ഉണ്ടായി. അതിൻ്റെ
ഒരു ഓർമ്മ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൊല്ലത്തെ ജില്ലാ പോലീസ് ഈ ഒരു AI ദൃശ്യാവിഷ്കരണം നടത്തുന്നത്. 1942 അദ്ദേഹം ജയിലിൽ കൊല്ലത്ത് കസബ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്ന സമയത്ത് തന്നെ അദ്ദേഹം 3 നോവലുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കേരള പോലീസിന്റെ യൂണിഫോം ആർട്ടിക്കിൾസിന്റെ പ്രത്യേകത ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പോലീസിൽ സർവീസിൽ കയറുന്ന ആള് ആംഡ് പോലീസ് ബറ്റാലിയനിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവര് സിവിൽ പോലീസ് ഓഫീസറായിട്ട് കയറി 8 വർഷം കഴിയുമ്പോൾ അവർ ഗ്രേഡ് വയ്ക്കുന്നു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആവുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രൊമോഷനുകളിലേക്ക് പോകും. ലോക്കൽ വരുമ്പോഴത്തേക്ക് ARൽ വരുന്ന ഒരു പോലീസുകാരൻ സാധാ പോലീസുകാരനായിട്ട് സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്നു. 12 വർഷം കഴിയുമ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആവുന്നു. അന്നേരം നമ്മുടെ യൂണിഫോമിനകത്ത് നമുക്ക് വര വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് 20 വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ASI ആവുന്നു, 1 സ്റ്റാർ വയ്ക്കുന്നു. 28 വർഷം ആകുമ്പം SI ആവുന്നു, 2 സ്റ്റാർ വയ്ക്കുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് കേരള പോലീസ് എന്നാണ് യൂണിഫോമിന്റെ സൈഡിലുള്ളത്. ഒരു ശരാശരി 30-32 വർഷം സർവീസ് ഉള്ള ആള് ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ചെയ്ത് പോകുന്ന കാലഘട്ടമാണ് 1ാം കാലഘട്ടം. 2ാം കാലഘട്ടം ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി ഡയറക്റ്റ് SI ആയിട്ട് കയറുന്ന ഒരു പോലീസുകാരൻ ഡയറക്റ്റ് SI ആവുന്നു. അദ്ദേഹം അതിനുശേഷം അടുത്ത പ്രൊമോഷൻ കിട്ടി. നമ്മുടെ പഴയ പേര് CI സർക്കിൾ ഇൻസ്പെക്ടർ, ഇപ്പം നമ്മളത് പുതിയ പേര് ഇൻസ്പെക്ടർ എന്നാണ്. ISH സ്റ്റേഷൻ ചുമതലക്കാരൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം DYSP ആവുന്നു. അത് കഴിഞ്ഞിട്ട് SP ആവുന്നു, മാക്സിമം പ്രൊമോഷൻ. അപ്പോൾ അദ്ദേഹം SP ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് IPS കിട്ടണമെന്നില്ല. ഇനി IPS കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് 1 സ്തംഭവും 1 സ്റ്റാറും IPSഉം. IPS കിട്ടിയില്ല, കൺഫേർഡ് IPS കിട്ടാതെ തന്നെ SP ആവുകയാണെങ്കിൽ അവിടെ KPS. അത് 2ാം ഘട്ടം. 3ാം ഘട്ടം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരീക്ഷയായ സിവിൽ സർവീസ് എഴുതി പാസ്സായി വരുന്ന ആൾ. സിവിൽ സർവീസ് എഴുതി പാസ്സായി വരുന്ന ആൾ IPS ആയിട്ട് വരുന്നു. അദ്ദേഹം IPS കിട്ടി SP ആവുന്നു. അതിനുശേഷം DIG ആവുന്നു, IG ആവുന്നു, ADGP ആവുന്നു, DGP ആവുന്നു. ADGPയും DGP ആവുമ്പോൾ ആ തൊപ്പിയും എംബ്ലവും എല്ലാം ഒരു വിലയാണ് ഇതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു വയലറ്റ് റിബൺ വരുന്നുണ്ട്. ഇത് അതിൻ്റെ തൊപ്പിയുടെ എംബ്ലം, IPS എന്നുള്ള എംബ്ലം വരുന്നുണ്ട്. നമ്മുടെ യൂണിഫോമിൻ്റെ ഷോൾഡർ മാർജിനും അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത ബോളും പാറ്റേണും വരുന്നുണ്ട്, ഒരു എംബ്ലം വരുന്നുണ്ട്. DGPമാർ കേരളത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും പോലീസിന്റെ തലവനായിട്ട് ഒരു DGP ആണുള്ളത്. അദ്ദേഹത്തെ നമ്മൾ പഴയ പേര് DGP എന്നറിയപ്പെടുമെങ്കിലും ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ നാമകരണം. അത് കഴിഞ്ഞിട്ട് മറ്റ് DGPമാരുണ്ട്, 7-8 DGPമാരുണ്ട്. അവരെ മറ്റ് ഓരോരോ വിഭാഗത്തിൻ്റെ ചുമതലക്കാരായിട്ട് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം അവരെ ആ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണോ അവർ വഹിക്കുന്നത് ആ മേധാവി എന്ന പേരിൽ അവരെ അറിയപ്പെടും. ഇപ്പൊ ഫയർഫോഴ്സിന്റെ മേധാവി ഒരു DGP ആണെങ്കിൽ അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവി എന്നറിയപ്പെടും. ജയിലിന്റെ മേധാവി ഒരു DGP ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജയിലിന്റെ മേധാവി എന്നറിയപ്പെടും. പോലീസിന് ഒറ്റ DGP, അദ്ദേഹത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നറിയപ്പെടും. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ മറ്റുള്ളവരും ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ് ലഹരിയുടെ ഉപയോഗം. അപ്പം ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പോലീസുകാർ മാത്രം വിചാരിച്ചാലോ എക്സൈസുകാർ മാത്രം വിചാരിച്ചാലോ തടയാൻ പറ്റത്തില്ല. അതിനെതിരെ ഒരു ഗെയിമിലൂടെ ആൾക്കാരെ ബോധവൽക്കരിക്കുക. നമ്മുടെ യൂണിഫോം ഇട്ട പോലീസുകാരും മഫ്തി പോലീസുകാർ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇടാതെ എന്നെ പോലെ നിൽക്കുന്ന ഷാഡോ പോലീസുകാർ, അവരെ ലഹരി മാഫിയയെ വലയിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതിനെ നമ്മളൊരു പോലീസായിട്ട് സങ്കല്പിച്ചാൽ ഇത് 4 ലഹരി മാഫിയകളാണ്. അത് MDMA ആവാം, രാസലഹരികളാകാം, കഞ്ചാവാം, മറ്റ് എന്ത് ലഹരി ഉപയോഗങ്ങളാവാം. അപ്പോൾ പോലീസിന് എന്ത് ചെയ്യുക? ഇത് പബ്ലിക്കാണ്. ഈ പബ്ലിക്കിനെ ഉപയോഗിച്ച്, ഈ നിൽക്കുന്ന ആൾക്കാർ പബ്ലിക്കാണ്, അവരെ ഉപയോഗിച്ച് പോലീസിന്റെ സഹായത്താൽ ഇവരെ വലയിലാക്കുക. ഒന്നുകിൽ ഷാഡോയുടെ വലയിലാക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ വലയിലാക്കാം. ഇതാണ് ഈ ഗെയിമിന്റെ ഒരു ഉദ്ദേശം. അത് സ്ട്രൈക്ക് ദ ഡ്രഗ്സ്, ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടം. മനസ്സിലായി? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സേ നോ ടു ഡ്രഗ്സ്. നമുക്ക് ഡ്രഗ്സ് വേണ്ട, പകരം എന്ത് വേണം? സ്പോർട്സ് എന്ന ലഹരി വേണം. ഗെയിമിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ.
ഓക്കെ, കേരള സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ ഫസ്റ്റിലേക്ക് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ വെപ്പൺ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ വരെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന 22 നമ്മുടെ ബേസിക് മോഡൽ വെപ്പണാണ്. ഇത് 303 വെർഷനാണ്, ബോൾട്ട് ആക്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന 7.62 ആമിനേഷനാണ്. ഇതിനകത്താണ് ഉപയോഗിക്കുന്ന ഈ ആമിനേഷനാണ് 7.62 ആണ്. അതെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ആൻറ്റി റൈറ്റ് ഗണ്ണാണ്. നമ്മളെ റൈറ്റ് ജനക്കൂട്ടത്തിൽ പിടിച്ചിടാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആമിനേഷനാണ് പ്ലാസ്റ്റിക് പല്ലറ്റ്. ഇത് നമ്മുടെ 22, ഇതിനകത്ത് ബ്രണോയിൽ ഉപയോഗിക്കുന്നതാണ് 22. ഇത് ഇൻസാസ്, നമ്മുടെ 5.56 ഇൻസാസിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് 380 റിവോൾവർ ഉപയോഗിക്കുന്നതാണ്. ഇത് 9mm പിസ്റ്റളാണ് 9mm. ഇത് അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഗ്ലോക്ക് പിസ്റ്റൾ. ഇത് A7.62 എന്ന നമ്മുടെ AK-47 ഉപയോഗിക്കുന്ന ആമിനേഷനാണ്. ഇതാണ് ഇത് 12 കാറ്റ്രിച്ച് എന്ന് പറയും. അത് ഈ പമ്പാക്ഷൻ. ഇതും ജനക്കൂട്ടത്തിൽ റൈറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്ത് ബോൾസ് ആണ്, കുറച്ച് 14 ബോൾസ് ഉണ്ട്. ഇത് സ്പാഡ് സെൽഫ് പ്രൊട്ടക്ഷൻ എയറോസോൾ ഡിവൈസ് ആണ്. ഇത് നമ്മൾ പെപ്പർ സ്പ്രേ അതിൻ്റെ ഒരു എഫക്റ്റാണ്. ഇതാണ് ഉപയോഗിക്കുന്ന റബ്ബർ ബുള്ളറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലാഷ് അല്ല, ഇത് റബ്ബർ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത് ഒറ്റ പീസാണ്. ഇതാണ് നമ്മൾ ജനക്കൂട്ടത്തിന് ഈ റൈറ്റിനെതിരെ ഫയർ ചെയ്തില്ലേ, ഇതാണ് അത് ഉപയോഗിക്കുന്നതാണ് ഗ്യാസ് ഗൺ. ഈ ഗ്യാസ് ഗണ്ണും ഈ മൾട്ടി ഷെൽ ലോഞ്ചറും നമുക്കത് യൂസ് ചെയ്യാം. ഇത് TS സ്മോക്ക്, നമ്മൾ ഗണ്ണിലിട്ട് ഫയർ ചെയ്യുന്നതാണ്. ഇത് ഗ്രനേഡാണ്, സൗണ്ട് മാത്രമേ ഉള്ളൂ. സൗണ്ട് ഇതെല്ലാം ജനക്കൂട്ടത്തിൽ പിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഫീലിംഗ് അല്ല. ഇത് ടിയറാണ്. നമ്മൾ ഈ സെയിം എഫക്റ്റ് തന്നെ. ഇത് നമ്മൾ ഒരു 100 മീറ്റർ ദൂരെയാണെങ്കിൽ നമ്മൾ ഗണ്ണിട്ട് ഫയർ ചെയ്യും. ഒരു 50 മീറ്റർ 60 മീറ്റർ നമ്മളിത് എറിയും. ഗ്രനേഡാണ്. ഇത് ഡൈമാർക്കർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടി ചെയ്യുമ്പോൾ നമ്മൾ ദേഹത്ത് പറ്റും. ഇത് പെട്ടെന്ന് പോകില്ല, ഒരു 10-30 മണിക്കൂറോളം പോകില്ല, കഴിയാലൊന്നും പോകില്ല. എന്നാൽ നമ്മളിന്ന് പിടിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കുള്ളതായിട്ട് ഇത് 9mm ഗ്ലോക്ക് പിസ്റ്റലാണ്, ലേറ്റസ്റ്റ് അമേരിക്കൻ മേഡാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ മേഡ് പിസ്റ്റൾ ആട്ടമാണ്. ഇതിനകത്ത് 13 റൗണ്ട് നിറയ്ക്കാം, ഇതിനകത്ത് 15 റൗണ്ട് ഒരു സമയം നിറയ്ക്കാം. ഇത് റിവോൾവർ, ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് 6 റൗണ്ട്. പവർഫുൾ ഗ്ലോക്കാണ്, കുറച്ചുകൂടെ ആക്യുറസി, വെയിറ്റ്ലെസ് ആണ്. പിന്നെ ഇത് സബ്മഷീൻ കാർബൺ 9mm ആണ് യൂസ് ചെയ്യുന്നതിനകത്ത്. ഇത് പമ്പാക്ഷൻ. ഇത് നമുക്ക് എന്താ പറയുക, ടിയർ സ്മോക്കിലും റബ്ബർ ബുള്ളറ്റൊക്കെ ഫയർ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഒരു സമയം 6 ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സെൽഫ് ലോഡിങ് SLR, സെൽഫ് ലോഡിങ്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് SLR ആണ്. നമുക്കിതിനകത്ത് 7.6 ആമിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു സമയം 20 എണ്ണം നിറയ്ക്കാം. ഇത് ഇൻസാസ്, നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് ഇൻസാസ്. ഇതിനകത്ത് 5.56 ആമിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ഗ്യാസ് ഗൺ, നമ്മുടെ റബ്ബർ ബുള്ളറ്റും ടിയർ ഫയർ ചെയ്യാം. അതുപോലെ സിംഗിളായിട്ട് ഫയർ ചെയ്യാൻ പറ്റും, കുറഞ്ഞ ഒരു സമയത്തിടാൻ പറ്റും. ഇത് AK-47 ഇന്ത്യൻ വെർഷനാണ്, ഗാലക് എന്ന് പറയും. AKയുടെ സെയിം ഫംഗ്ഷനാണ്, അത് ഇന്ത്യൻ നിർമ്മിക്കുന്നതാണ്. ഇതും സെയിം താറ് പിച്ച് അസാൾട്ട് റൈഫിൾ എന്നാണ്. അത് AK-47 സെയിം ഫീച്ചേഴ്സാണ്. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഇതൊക്കെയാണ്. ഏതാണ് ഇത് ടാറ്, സെയിം ആണ്. നമ്മുടെ AK-47 ഇന്ത്യൻ വെർഷൻ, എല്ലാ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇത് ലൈറ്റ് മെഷീൻ ഗൺ 5.56 ആണ്. എടുക്കും, അതെടുക്കും. ഇത് മൂന്നേ മുക്കാൽ കിലോ. ഫ്രണ്ട്സ്, ഇപ്പം ആ പോലീസുകാരുടെ ആ ഒരു സ്റ്റോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വേറെയും കുറച്ച് സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ 1 by 1 ആയിട്ട് എല്ലാവരും ഒരു നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതെല്ലാം ഈ പോലീസിൻ്റെ റാങ്കിനെ പറ്റിയുള്ളതും അതുപോലെ തന്നെ പോലീസിൻ്റെ തൊപ്പിയും അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെയൊക്കെ കാര്യം ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആമ്യുനേഷൻ്റെ, അതായത് നമ്മുടെ ഗൺസും ബാക്കിയുള്ള എക്സ്പ്ലോസീവ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കത് നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്നു.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നേരെ ജില്ലാ ജയിൽ കൊല്ലം. അത് കറക്റ്റ് നമ്മളെ കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മളെ കളക്ടറിൻ്റെ അടുത്തുള്ള ജില്ലാ ജയിൽ. അതുപോലെ തന്നെ അത് ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫോട്ടോ ഞാൻ ഇത് വാട്സാപ്പ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് പറ്റിയെന്നൊക്കെയുള്ള. അപ്പോൾ അതേപോലെയുള്ള ഒരു വ്യൂ ആണിത്. കറക്റ്റ് റിയൽ ജില്ലാ ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറി നോക്കാം ഗൈസ്. കൊല്ലം ജില്ലാ ജയിലിലേക്കാണ്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് വലതുവശത്തായിട്ട് കാണുന്നതാണ് സെൽ റൂം. ഇവിടെ ഒരു സെല്ലെന്ന് പറയുന്നത് ഒരു തടവുകാരൻ അയാൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന പാത്രം, അയാൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അയാൾ ഉപയോഗിക്കുന്ന പുതപ്പ്, അയാൾ ഉപയോഗിക്കുന്ന ഷർട്ട്, അതെല്ലാ സംവിധാനം നമ്മളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അയാൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം വരെ നമ്മളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെപ്പോഴും ഒരു 24 hours CCTV സർവൈലൻസിലായിരിക്കും സംവിധാനമുള്ളത്. അവരത് ക്യാരം ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്, അവർ ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാരം ബോർഡ്, ലുഡോ ബോർഡ്, അവർ ഉപയോഗിക്കുന്ന ചെസ് ബോർഡ് എന്നിവയെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ കാണുന്ന ഇതൊരു ഇന്റർവ്യൂ സംവിധാനമാണ്. ഇത് തടവുകാർക്ക് അവരുടെ സന്ദർശകർ പുറത്തു വരുന്നവരുമായിട്ട് സംവദിക്കാൻ, കാണാൻ, സംസാരിക്കുന്നതാണ്. ഇവിടെ ഒരു തടവുകാരിരിക്കുകയും ഇവിടെ അവരുടെ ബന്ധുക്കൾ അവരെ തമ്മിൽ ഫോൺ വഴി സംവദിക്കാനുള്ള സംവിധാനമാണ്. ഇത് തൊട്ടിപ്പുറത്തായിട്ട് കാണുന്നത് അവരുടെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമാണ്. ഇത് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന തടവുകാരെ ഒരു 14 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കോടതിയിൽ പണ്ട് കാലത്ത് ഹാജരാക്കുവാണ്. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴി ഇതിലേക്ക് പ്രതിയെ കയറ്റി നിർത്തിയാൽ ആ സ്ക്രീനിൽ കോടതി വരും. ആ കോടതി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ റിമാൻഡ് ചെയ്യപ്പെട്ട ഏത് കോടതിയാണോ ആ കോടതിയിലെ മജിസ്ട്രേറ്റും അവരുമായിട്ട് ബന്ധപ്പെട്ട വക്കീലിന്റെ ഡിസ്പ്ലേയിൽ വരികയും അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനും പറ്റുകയും ചെയ്യും. ഇത് മറ്റൊന്ന്, ഈ കാണുന്നത് കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിന്റെ മിനിയേച്ചറാണ്. കൊട്ടാരക്കര സബ് ജയിൽ എങ്ങനെയാണ് ഇരിക്കുന്ന രൂപമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ജയിലിൽ ഉപയോഗിക്കുന്ന അന്തേവാസികളുടെ ഫുഡിന്റെ മെനു ആണ്. തിങ്കളാഴ്ച ദിവസം എന്താണെന്നും ഞായറാഴ്ച എന്താണെന്നും ചൊവ്വാഴ്ച എന്താണെന്നും അവർ കഴിക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടുള്ള ഭക്ഷണത്തിന്റെ മെനു ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജയിലിൽ ഉപയോഗിക്കുന്ന ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കുന്ന കയറാണ്. ഇത് ആലുവ ആന്റണി എന്ന് പറയുന്ന പ്രതിയെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി വിധിച്ച പ്രതിയെ തൂക്കാൻ ഉപയോഗിച്ച കയറായിരുന്നു. പക്ഷേ കോടതി വിധി പ്രകാരം അയാൾ തൂക്കാത്തതിന് ഈ കയർ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കയറാണ്. ഇതെന്ന് പറയുന്നത് ഗ്യാലോസ് ആണ്. ഗ്യാലോസിന്റെ മിനിയേച്ചറാണ്. ഒരു പ്രതിയെ നമ്മൾ എങ്ങനെയാണ് തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്നത് അതിന്റെ മിനിയേച്ചർ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇതില് ഈ ലിവർ ഇടത്തെ ഭാഗത്ത് ലിവർ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ദൃശ്യമാകും എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഡെത്ത് കൺഫേം ആകുന്ന ഏകദേശം 1 മണിക്കൂറോളം പ്രതി ഇങ്ങനെ തന്നെ ഹാങ് ചെയ്തെടുത്തതായിരിക്കും. ഡെത്ത് കൺഫേം ചെയ്ത് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡെത്ത് കൺഫേം ചെയ്ത് മാത്രമേ ഇത് റിമൂവ് ചെയ്യൂ. ഒരു മിനിയേച്ചർ സംവിധാനത്തിലേക്ക് ഒരിക്കലും ഒരു ജില്ലാ ജയിൽ ഇതേപോലെ ഒരു ഗ്യാലോ സംവിധാനം ഇല്ല. നമ്മൾ എന്തുകൊണ്ട് കൊല്ലം ജില്ലാ ജയിൽ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഹരിയുടെ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാൻ പബ്ലിക്കിന്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ജയിലുകൾ ഗ്യാലോസ് ഉള്ളതെന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലും കണ്ണൂർ സെൻട്രൽ ജയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊല്ലം ജയിലിൽ ഇങ്ങനെ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പബ്ലിക്കിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഹരിയുടെ ഉപഭോഗം വർദ്ധിക്കുകയും MDMA പോലെ നാർക്കോട്ടിക് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ ജയിലിൽ തന്നെ 300ഓളം തടവുകളുണ്ടെങ്കിൽ അതിൽ ഒരു 75% NDPS-നുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ സാഹചര്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം നിങ്ങൾക്ക് ഒരുക്കുന്നത്. അത് നിങ്ങൾക്ക് വിഷ്വലൈസ് എഫക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഹാങ് ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ തൂക്കുമരം പ്രൊമോട്ട് ചെയ്യില്ല, ഒരു അവയർനെസ് വേണ്ടിയിട്ടാണ്. ഒരു കുറ്റവാളിയെ എങ്ങനെയാണ് ജയിലിൽ തൂക്കിക്കൊല്ലുന്നതെന്നും അതുപോലെ ആ ഏരിയസും അതിൻ്റെ സെറ്റിങ്ങുകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം വളരെ ആകാംക്ഷാഭരിതമായ നിമിഷമായിരുന്നു. പക്ഷേ അത് VR വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേസ്. ലഹരിയുടെ ഉപയോഗമാണ് മലയാളിയാക്കിയത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ലഹരിക്കെതിരെ പോരാടും. ലഹരിയുടെ ഉപഭോഗമാണ് നേരത്തെ ഒരു കൊലയാളിയാക്കായിരുന്നു. ഇത് അടുത്ത ജന്മത്തിൽ ലഹരിക്കെതിരെ പോരാടാണോ? ഒരിക്കലും അടുത്ത ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ നമുക്ക് ലഹരിക്കെതിരെ പോരാടാൻ പറയാം. സോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഒരുപാട് പവലിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി അട്രാക്റ്റീവായിട്ട് കുറച്ച് പവലിയൻസ് മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ രാത്രി ആയതുകൊണ്ട് എല്ലാ പവലിയൻസും ആക്റ്റീവ് ആയിരുന്നില്ല, എല്ലാവരും ക്ലോസ് ചെയ്ത്. ഞാൻ ഏകദേശം ഒരു
9-9:30യോടുകൂടിയാണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പവലിയൻസും ക്ലോസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഈ തിരക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ പോയത്. പകൽ സമയങ്ങളിൽ ഭയങ്കര തിരക്കും ഫാമിലീസൊക്കെ ഉള്ളതാണ്, നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നൈറ്റ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം പല പാവലിയൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തിയാണ്, ഏകദേശം ഒരു 1 hour അടുപ്പിച്ച് നമുക്ക് എല്ലാം ചുറ്റി കറങ്ങി നടന്ന് കാണാനുള്ള സംഭവങ്ങളെല്ലാം അത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മെയിനായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇതിൽ എക്സൈസിൻ്റെ ആയാലും പോലീസിൻ്റെ ആയാലും എല്ലാം ഇങ്ങനെയുള്ള സർവീസുകളിലും അവർ പറയുന്ന അതുള്ള ഒരു ക്യാമ്പയിനാണ് നമുക്ക് ഈ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളത്. അതിന് പല അവയർനെസ് ക്ലാസ്സുകളും പല പോസ്റ്റേഴ്സുകളും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയുള്ള പോലീസ് യൂണിഫോമിൻ്റെ എന്താ ഫ്ലക്സുകളും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനുള്ള 360 എക്യുപ്മെൻറ്റുകളും ഇതെല്ലാം നമുക്കവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആകെ നല്ല കൗതുകമായിട്ട് തോന്നിയത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റുകളും അതുകണക്ക് തന്നെ അവരവരെ ഓരോ എക്യുപ്മെൻറ്റ്സുകളും ബോട്ടിൽ പോകുന്നതിനുള്ള കുറേ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ മീൻ പിടിക്കുന്ന പല വലകളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ കൂട് കൃഷി മാതൃക എന്നുള്ള രീതിയിൽ ഒരു ഈ നമ്മുടെ ഈ കായലിലും ഈവൻ കടലിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ ഈ ഒരു കേജ് കണക്ക് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് മത്സ്യം കൃഷി ചെയ്യുന്ന ഒരു മാതൃകയാണ് അവർ കാണിച്ചത്. അത് നല്ലൊരു എക്സാമ്പിളായിരുന്നു, നമുക്ക് വെറൈറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ ഒരുപാട് കടൽ മത്സ്യങ്ങളെ അവരോട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറൈറ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പവലിയനായിരിക്കും ഇത്. ഇപ്പം ക്ലോസിംഗ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അകത്തോട്ട് കയറാഞ്ഞത്. പിന്നെ അവിടെ നിന്നും നമുക്ക് നേരെ എക്സിറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് ഒരു ടേണും കഴിയുന്ന നേരെ നമുക്ക് എക്സിറ്റിലോട്ടാണ് വരുന്നത്. എക്സിറ്റ്
മെയിൻ എക്സിറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി പിന്നെ വന്നപ്പോഴത്തേക്കും വേറെ ഒരു ഹോള് ഒരു പവലിയൻ കണക്കത്തുള്ള സംഭവം കണ്ടു. അപ്പോൾ അത് നമുക്ക് വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ രണ്ടാമത് സംഭവം ഉണ്ടെന്നുള്ളത്. ഇതിനെ കൂടെ വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു വീട്ടിൽ വളർത്താൻ പറ്റുന്ന വളർത്തുമൃഗങ്ങളുള്ള ഒരു പവലിയനാണത്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ. പിന്നെ നമ്മളെ കൈത്തറി പണ്ട് ഉപയോഗിച്ചിരുന്ന കൈത്തറിയും അങ്ങനെ മെഷീൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് വളർത്തുന്ന മൃഗങ്ങളുണ്ട്. ഈ കോഴി, പശു, ആട്, ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള പിന്നെ വളർത്തുമൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് മറ്റേ മെയിനായിട്ട് വരുന്ന കുരിയോട്ട് മല എന്ന് പറയുന്ന അവിടുത്തെ ഈ പിന്നെ നമ്മളെ ആടും കോഴിയും അങ്ങനെയൊക്കെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മളതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മത്സ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സാരി, ഗപ്പി അങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താ പറയുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരി, ഗപ്പി അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഓരോന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പല ഇനത്തിൽപ്പെട്ടവ. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഗിനിപ്പന്നികളാണ്. ഗിനിപ്പന്നി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലുള്ള ടീമുകൾ. അപ്പം എല്ലാം റെസ്റ്റിങ്ങിലാണ്. ഹാംസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞ് ഇനത്തിലുള്ള ഗിനിപ്പന്നികളാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. എന്നാലും വെറൈറ്റി ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഓരോ കോഴികൾ, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കോഴികൾ, അതിൻ്റെ അതിൻ്റെ മുട്ട എത്ര ആളിടും, എന്തെങ്കിലും ഫുഡ് കൊടുക്കാനുള്ള അങ്ങനെ അതിനെപ്പറ്റിയൊക്കെയുള്ള പിന്നെ ഒരു സ്റ്റോളായിട്ടാണ് അതിന്. അപ്പം ഇത് വളർത്താനും ഇതിനെ പരിചരിക്കാനൊക്കെയുള്ള ആഗ്രഹമുള്ളവരാണ് തീർച്ചയായിട്ടും നമുക്ക് വന്ന ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് വാങ്ങിക്കാം. ഇപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അത് അതിൻ്റെ ലൈറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് എല്ലാം ഉറക്കമായി ഞങ്ങൾ ഇന്നപ്പോഴത്തേക്കും. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന താറാവുണ്ടായിരുന്നു. ഒരു സൈഡിലാണ് താറാവുണ്ടായിരുന്നു. ഇപ്പോൾ ഗിനിപ്പന്നിയുടെ തന്നെ വേറൊരു ഇനം പല ഇനത്തിലുള്ള ഗിനിപ്പന്നികളുണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ താറാവ് അത് കുറച്ച് വെറൈറ്റി ആയിട്ട് വരും. നമ്മൾ ഇവിടെ ഒന്നും ഞങ്ങളെ ഈ ഏരിയയിലൊന്നും വലുതായിട്ടില്ല ഈ ഒരു താറാവ് എന്ന് പറഞ്ഞ സംഭവം. കൂടുതലും കുളവും കായലും ഒക്കെ ഉള്ള ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും വലുതായിട്ട് കാണാനില്ല. അത് ഒരു വെറൈറ്റി ആയിരുന്നു കാണാനായിട്ട്. ഇപ്പം എൻ്റെ കൂടെ വന്ന മകനൊക്കെ നല്ല ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ പശുവിൻ്റെ ഭ്രൂണം എത്ര മാസം പശുക്കുട്ടി എങ്ങനെയാണ് ഓരോ മാസത്തിലെയും വളർച്ച ഇത് കിടക്കുമ്പോഴുള്ള വളർച്ച എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു എന്താ പറയുക ലൈവായിട്ടുള്ള ഒരു സംഭവം അവിടെ ചെയ്തു. പിന്നെ 4 കാലുള്ള കോഴി, അതും ഒരു 2 കാലിൽ ബൈ മിസ്റ്റേക്ക് എങ്ങനെയോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണൊക്കെ. ഒറിജിനലാണോ എന്തോന്നോ തൊട്ട് നോക്കിയില്ല. അത് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, അതും കണ്ടായിരുന്നു. പിന്നെ ടർക്കി കുഞ്ഞുങ്ങൾ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് കാണുന്ന ടർക്കി കോഴികളെയാണ്. ടർക്കി കോഴി വീട്ടിലുണ്ടായിരുന്നതാണ്. കുറച്ച് ടെററാണ് ഇവർ. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ലുക്കും മയിലിൻ്റെയൊക്കെ ഒരു വേറെ ലുക്കായിട്ടിരിക്കുന്ന ഐറ്റംസാണ്. ബ്ലാക്കും ഉണ്ടായിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുറന്ന് വിട്ടേക്കാണെങ്കിൽ വെളിയിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊത്താനായിട്ട് ചെല്ലും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വരുന്ന ആൾക്കാർ പേടിച്ചു. ഭയങ്കര ഹൊറർ ലുക്കാണ് ഈ സാധനം. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ മുള്ളുള്ള കൈത്തറി എന്ന് പറയുന്ന ഒരു കൈത്തറി എക്യുപ്മെൻ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ആളില്ലായിരുന്നു ഇതിനകത്ത് വർക്ക് ചെയ്യിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാരിയൊക്കെ ഇതിനകത്ത് എങ്ങനെ ചെയ്ത കൈത്തറി വസ്ത്രങ്ങൾ എങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു മോഡൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആളില്ലായിരുന്നു, ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം പിന്നീട് നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ള പണ്ടത്തെ മോഡൽ വീട് ഒരു സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോ പോയിൻ്റായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ആംബിയൻസിൽ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. പണ്ടത്തെ ഒരു കൃഷിപ്പാടവും പിന്നെ പണ്ടത്തെ ഈ ഈറന വെച്ച് കെട്ടിയ വീടും കാര്യങ്ങളൊക്കെ അത് നല്ലൊരു ആംബിയൻസ് ആണ്. മോനെടുത്തൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അതിനുശേഷം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ ഒരു എക്സിറ്റ് ഉണ്ട്. അത് നേരെ ഇറങ്ങുന്നത് നമ്മളെ കുടുംബശ്രീ യൂണിറ്റിലേക്കാണ്. കുടുംബശ്രീ യൂണിറ്റിൽ നമുക്കവിടെ ഭക്ഷണങ്ങൾ ലൈവായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റേജാണ്. ഈ പരിപാടി തുടങ്ങുന്നിടം തൊട്ട് തീരുന്നിടം വരെയുള്ള എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് തീരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ഏകദേശം ഇപ്പോൾ സമയം ഒരു 10 ആയിട്ടുണ്ട്. ആ സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളും തിരക്ക് കൂടി വരാനായി സാധ്യതയുള്ളൂ. അപ്പോൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഷോയ്ക്ക് പോകുന്നവരെ നേരത്തെ പോകാൻ നോക്കുക. കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി തീർച്ചയായിട്ടും എൻജോയ് ചെയ്തായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.